ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് 10 മണി ചെടി നടാമെന്നാണ് വിചാരിച്ചേക്കണം. കണ്ടോ, ഞാൻ ഇതിവിടെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തണ്ട് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മുഴുവനും 10 മണി ചെടിയാണ്. ഒരു 5 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പരന്ന ചട്ടിയിലാണ് 10 മണി ചെടി വെച്ചേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് കണ്ടോ ഇങ്ങനത്തെ ടയർ, ഇത് പഴയതാട്ടോ, ഞാൻ പറഞ്ഞില്ലേ കൊറോണ ടൈമിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ ഒരു ടയർ ഇതേപോലത്തെ 2 എണ്ണം ഇരിക്കണം കേട്ടോ. ഈ ഒരു ടയറിനാണെങ്കിൽ ഇവിടെ അടിയിലൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ചെറിയ ഹോള് വരുമ്പോൾ വെള്ളവും പൊക്കോളും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഇതിന് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വാർത്തിട്ടുണ്ട് കണ്ടോ, പക്ഷെ അതിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കോളും. ഞാൻ പണ്ട് മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാർത്തൊക്കെ ചെയ്തത്. ഇപ്പോൾ പക്ഷെ അത് താഴെ വീണത് പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കുറച്ച് 10 മണി ചെടികൾ നടാം. അതേപോലെ കണ്ടോ ചട്ടിക്കലം, മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിക്കല കേട്ടോ. ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഫ്രണ്ടിലൊന്നും വെക്കേണ്ട, അതൊക്കെ ബാക്കിൽ വെച്ചാൽ മതി. അതേപോലെ ഈ ഒരു ചട്ടി കണ്ടോ, ഇതൊക്കെ നമ്മുടെ കറി വയ്ക്കുന്ന ചട്ടിയായിരുന്നു കേട്ടോ, മൺചട്ടിയാണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ചെറിയ പൊട്ടൊക്കെ വീണു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് 10 മണി ചെടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതിൽ നടാൻ തികയോന്ന് അറിയില്ല, എല്ലാത്തിലും 10 മണി ചെടി നടാം. ആദ്യം ഈ ഒരു ഇതിന് ഭയങ്കര വലിപ്പം കനം കൂടുതല. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇതെല്ലാം ഞാൻ വെച്ചേക്കുന്നത് ഇവിടെ ഇഷ്ടിക വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചട്ടി വെച്ചിട്ടാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 2 ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു നല്ല കനമുണ്ടോ ഇതെടുത്ത്, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിടാം. ഇതും കൂടി നമുക്ക് ജസ്റ്റ് വെച്ചേക്കാം കേട്ടോ. ഇതും വെക്കാം. നമ്മൾ ഈ 2 ചട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടിലും കൂടി നമുക്ക് 10 മണി ചെടി നടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ചട്ടി ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വീഴാത്ത രീതിയിൽ നല്ലോണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് മണ്ണൊക്കെ നിറയ്ക്കാം. ഇതെൻ്റെ ബയോ കമ്പോസ്റ്റ് ബിന്നാട്ടോ. ഇതിലാണ് നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി വെച്ചേക്കണത് ഇതിലാട്ടോ. അതായത് ചകിരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ മണ്ണും പിന്നെ കമ്പോസ്റ്റും ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് നിറച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചെടി നടാം. ഞാൻ ഈ തണ്ടൊക്കെ പറിച്ചെടുത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ചെടികൾ കണ്ടില്ലേ, അതിൽ നിന്നാട്ടോ നമ്മൾ ഈ തണ്ട് ഞാൻ പറിച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ മണ്ണ് നിറയ്ക്കാം. ഈ 10 മണി ചെടികൾ നടാനായിട്ട് ഇതേപോലത്തെ പരന്ന ചട്ടികളാട്ടോ നല്ലത്. അപ്പോൾ നല്ല വിടർന്ന് ഇങ്ങനെ ഉണ്ടാവും. അധികം നിറയ്ക്കണ്ട, നമ്മൾ ഒരുവിധം ഈ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെടികൾ നടാം. ഇനി ഇതേപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മണ്ണൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മണ്ണൊക്കെ നല്ലോണം ഇങ്ങനെ മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ചെടികൾ നടാം കേട്ടോ. ഇത്രയും തണ്ടുകളുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യത്തിന് എടുത്ത് നട്ടാൽ മതി. അടുപ്പിച്ചെല്ലാം നട്ടു വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ നീളമുള്ളത് 2 തണ്ടായിട്ടാണ് മുറിച്ച് വയ്ക്കണേ.
ഓക്കെ, അപ്പോൾ ഇത് ഒരെണ്ണത്തിൽ നട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതിലും കൂടി നടാം കേട്ടോ. നിറച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതായിരിക്കും വലുതായി വരുമ്പോൾ. ഇതൊക്കെ ഞാൻ മുമ്പ് നട്ടത് പൂവുണ്ടായി തുടങ്ങിയതൊക്കെ കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇതിൽ മുട്ട് മാത്രമേ ഉള്ളൂ, പൂവ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇത് വാങ്ങിച്ചതാട്ടോ. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇത് കളയൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ പറിച്ചുള്ള. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് താമരയുടെ ഷേപ്പിലൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് 2 ചട്ടിക്കലം ഉണ്ടല്ലോ, അതിലും കൂടി നടാം. എന്നിട്ട് അത് ബാക്കിൽ വയ്ക്കാം. അപ്പോൾ ഇതിലും കൂടി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ബാക്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 മണി ചെടികളൊക്കെ ഇത് നട്ട് കഴിഞ്ഞ് കണ്ട. ഇത് പക്ഷെ നല്ലതായിരിക്കും കേട്ടോ. താമര പൂവിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ മാതിരി ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നട്ട് വെച്ചതാണ്. ഇതൊക്കെ പൂവുണ്ടായി തുടങ്ങി. ഇത് രണ്ടും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളുടെ ഇതെല്ലാം നട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.